യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ക്രിസ്മസിന് 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിൽ പ്രിയമുള്ളവർ, ക്രിസ്മസിന് നമ്മൾക്ക് ആശംസിക്കും, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. അങ്ങനെ ജനിക്കണമെങ്കിൽ ചുമ്മാ ആശംസിച്ചാൽ മാത്രം പോരാട്ടോ, എൻ്റെ ഹൃദയം അതുപോലെ ആക്കണം. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും, ഈശോ എൻ്റെ ഹൃദയം അത്ര വിശുദ്ധമൊന്നുമല്ല, നോർമലുള്ളതല്ല, മറിച്ച് പാപവും ബന്ധനങ്ങളും അടിമത്തങ്ങളും ഉള്ള ഹൃദയമാണെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും ഏതു തരത്തിലും മാറ്റപ്പെടാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് നിന്റെ ഹൃദയത്തിലെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് തരുന്ന ഒരു വാഗ്ദത്ത വചനഭാഗമുണ്ട്. ഏതവസ്ഥയിലും ഏതടിമത്തത്തിലും ഏത് തകർച്ചകളിലൂടെയും കടന്നു പോകുന്ന അവസ്ഥയാണെങ്കിലും നിന്റെ ഹൃദയത്തിലേക്ക് ഈശോ പിറക്കും. അതിന് പറ്റതായ ഒരു ഹൃദയം ദൈവം തരും. എങ്ങനെയാണെന്നറിയോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാം വാക്യം. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ? ഇത്ര മനോഹര വചനമാണ്. എത്യോപ്യക്കാരൻ കറുത്ത കളറാണ്, അവൻ്റെ കളറ് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. പുള്ളിപ്പുലിയുടെ പുള്ളി മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ ഒരവസ്ഥയാണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണെന്ന് പറയോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും. അതായത് കറുത്ത കളറോ പുള്ളിക്കുത്തോ ഒക്കെ മാറ്റാൻ സാധിക്കും. എങ്ങനെ? എത്യോപ്യക്കാരൻ്റെ കറുത്ത കളർ മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥ, പുള്ളിപ്പുലിയുടെ പുള്ളി മാറ്റാൻ പറ്റാത്ത അവസ്ഥ, അതായത് ആ തരത്തിൽ പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ പോലും ദൈവത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ദൈവം നിന്നെ മാറ്റും. ഒരാന്തരികമായ ഒരു വിശദീകരണം, ആന്തരികമായ ശക്തി കർത്താവ് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിൽ ക്രിസ്മസ് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ബന്ധനങ്ങൾ, പാപത്തിൻ്റെ അവസ്ഥകൾ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നീ പലപ്പോഴും കുമ്പസാരിച്ചു, മാറാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും ഒന്ന് ഈശോയോട് പറയാം, കർത്താവേ നീ എന്നെ മാറ്റണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് നിനക്ക് പിറക്കുവാൻ തക്ക തരത്തിൽ ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ നീ എന്നെ സഹായിക്കണം. ഇത് വാഗ്ദത്ത പേടകം സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.